2014-ലും 2019-ലും രാജ്യത്ത് ഈ പറഞ്ഞൊരു പ്രോ മോദി വേവ് ഉണ്ടായി. അതൊട്ടും ഏശാതിരുന്നത് കേരളത്തിലാണ്. അപ്പോൾ കേരളം മാറി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ BJP ദേശീയ തലത്തിൽ നിന്ന് നോക്കുമ്പോഴും ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയായി BJP വളരുമ്പോഴും നോർത്ത് ഈസ്റ്റിലേക്ക് വളരുമ്പോഴും ഒക്കെ കേരളമാണ് അതിൽ നിന്ന് ആ ഒരു സ്ട്രീമിൽ നിന്ന് മാറി നിൽക്കുന്നത്. അത് ഇത്തവണ മാറുമെന്ന് വിചാരിക്കാനുള്ള കാരണം അല്ലാതെ 2014-ലും 2019-ലും താങ്കൾ പറഞ്ഞത് പൂർണ്ണമായിട്ട് ശരിയല്ല. 2014-ൽ മോദി അധികാരത്തിൽ വരും എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ആ തെരഞ്ഞെടുപ്പിലാണ് BJPക്ക് നല്ല വോട്ട് കിട്ടിയത്. കാരണം ഒരു 5%, 6%-ൽ നിന്ന് ഒരു 10.5% വോട്ടിലേക്ക് BJP വരുന്നു. 4.5% വോട്ടിൻ്റെ ജമ്പ് അന്നൊരു മോദി ഭരിച്ചിട്ടൊന്നുമല്ല, ഭരിക്കുന്നതിന് മുമ്പ് തന്നെ വന്നിട്ടുണ്ട്. 2019-ൽ സംഭവിച്ചത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. കാരണം ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നു, നിങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാർ ഇവിടെ ഒരു 1.5 കൊല്ലം മുമ്പ് തന്നെ നിങ്ങൾ പ്രചരണം നടത്തി. അതിനുവേണ്ടിയുള്ള വലിയ PR വർക്ക് നടന്നു. മാധ്യമങ്ങളെല്ലാം ചേർന്നിട്ട് ഇവിടെ എന്തോ വയനാട്ടിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി ഉണ്ടാവും. കാരണം അങ്ങനെ ഒരു നെറേറ്റീവ് ജനങ്ങൾക്കിടയിൽ 19-ൽ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. കാരണം ഒരു വൺ ടൈം മേജിക്കാണ് മോദി, ഇത്തവണ മോദിക്ക് രണ്ടാമതും ഭരണത്തിൽ വരില്ല എന്നുള്ള അത് കേരളത്തിൽ മാത്രമാണ് നടന്നത്. അതിന് പറ്റിയ രീതിയിൽ രാഹുൽ ഗാന്ധി ഇവിടെ വന്നു. 2024-ൽ ഒരാളും, നിങ്ങൾ മാധ്യമങ്ങൾ പോലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നു, ഇന്ത്യ മുന്നണി വരുമെന്ന് ആരും അത് പ്രചരിപ്പിച്ചിട്ടും കാര്യമില്ല. ജനങ്ങളാരും അത് വിശ്വസിക്കുന്നുമില്ല. ഇപ്പം ഈ 400-ലധികം സീറ്റുകൾ NDAക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒപ്പീനിയൻ പോളുകൾ പോലും രാജ്യവ്യാപകമായി, ഞാൻ കേരളത്തിലെ കാര്യമല്ല പറയുന്നത്, മോദിയേക്കാൾ വലിയ അപ്രൂവൽ റേറ്റിംഗ് രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുന്ന 3 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോൾ കേരളത്തിന്റെ കാരണം ഞാൻ പറയാം, അതായത് LDFന് വോട്ട് ചെയ്യുന്നവരും നിങ്ങൾ ഈ പറയുന്നതിനൊക്കെ കുറെ കൂടി വസ്തുതകൾ വേണം. അതായത് നമ്മൾ ഈ പ്രൊജക്ഷൻസ് ഒക്കെ നടത്തുന്ന ആൾക്കാർ LDFന് വോട്ട് ചെയ്യുന്നവരും അവർ പ്രധാനമന്ത്രിയുടെ ചോയ്സ് കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിക്കാണ്. നിങ്ങൾ ഈ പറയുന്ന 3 സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടെയെല്ലാം IND മുന്നണി വേറെ വേറെയാണ് മത്സരിക്കുന്നത്. പക്ഷേ അപ്പോഴും അവർ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ മാർക്സിസ്റ്റുകാരനും പറയുന്നത് രാഹുൽ ഗാന്ധിയാണെന്നാണ്.